കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ പനങ്ങാട് പുളിയനടുക്കത്തെ സ്വകാര്യ പറമ്പിൽ കാഞ്ഞങ്ങാട്ടെ ഇന്ത്യൻ ബാങ്കിന്റെ മാലിന്യം പുറംതള്ളിയതായി പരാതി. ഗുരുതരമായ വിഷയത്തിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് പ്രദേശമായ പനങ്ങാട് പുളിയനടുക്കത്തെ വിമുക്തഭടനായ പാലേക്കുടിയിൽ ചാക്കോച്ചന്റെ വീട്ടുപറമ്പിലാണ് കാഞ്ഞങ്ങാട്ടെ ഇന്ത്യൻ ബാങ്കിന്റെ മാലിന്യം കൊണ്ടുതള്ളിയതായുള്ള പരാതി വന്നിരിക്കുന്നത്. മാലിന്യത്തിൽ നിന്ന് തന്നെയാണ് തെളിവായുള്ള പേര് വിവരങ്ങൾ ലഭിച്ചതെന്ന് പറയുന്നു. കാഞ്ഞിരപ്പൊയിൽ കാലിച്ചാനടുക്കം റോഡിൽ നിന്നും 1 കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡരികിലാണ് പ്ലാസ്റ്റിക്കും ജിപ്സം ബോർഡും പെയിന്റ് പാട്ടുകളും ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി പുറന്തള്ളിയിരിക്കുന്നത്. ചാക്കോച്ചനും ഭാര്യ അന്നമ്മയും മാത്രം സ്ഥിരമായി താമസിക്കുന്ന വീട്ടിൽ സർക്കാർ ജോലിക്കാരായ മക്കൾ ഇടയ്ക്കിടെ വന്നു പോകാറാണ് പതിവ്. ഇങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച എത്തിയപ്പോഴാണ് സംഭവം മക്കളിൽ ഒരാളായ ജെബിൻ ചാക്കോയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് പരിശോധിച്ചപ്പോൾ ലഭിച്ച മേൽവിലാസത്തിൽ ബന്ധപ്പെട്ടപ്പോൾ ആദ്യം അനുഭാവപൂർവ്വം പ്രതികരിച്ച ബാങ്ക് അധികാരികളിൽ നിന്നും പിന്നീട് നിഷേധാത്മകമായ നിലപാടാണ് ഉണ്ടായതെന്നും ഇതേ തുടർന്ന് പഞ്ചായത്തിലും അമ്പലത്ര പോലീസിലും പരാതി നൽകിയിരിക്കുകയാണെന്നും ജെബിൻ ചാക്കോ പറഞ്ഞു. ഇത് 14-ാം തീയതി അന്ന് രാവിലെ വന്നപ്പോഴാണ് ഈ സാധനം കാണുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ ഏകദേശം 2 മണിക്കൂറോളം ഇതിങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് നമുക്ക് ഈ ഇത് കിട്ടി. ഇവരുടെ അഡ്രസ്സ്, അതായത് ഇന്ത്യൻ ബാങ്ക് മാനേജർ സർവീണ കാസർഗോഡ്, അവരുടെ ഫോൺ നമ്പർ അടക്കമുള്ളൊരു അഡ്രസ്സ് കിട്ടേണ്ടേ. അപ്പോൾ ഇതിൽ വിളിച്ച സമയത്ത് ഇവരെ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചെന്നും ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ മുനിസിപ്പാലിറ്റിക്കാർ ആദ്യം പറഞ്ഞ് കോൺട്രാക്ടറെ ഏൽപ്പിച്ചെന്നും പിന്നെ പറഞ്ഞ് മുനിസിപ്പാലിറ്റി, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടിടാമെന്ന് പറഞ്ഞു. അവരൊരു എഗ്രിമെൻ്റ് ഉണ്ട് ഇതിനകത്ത്, ഇതുപോലെ എൻ്റെ പറമ്പിൽ നിക്ഷേപിക്കാൻ, വേസ്റ്റ് നിക്ഷേപിക്കാൻ എഗ്രിമെൻറ്റ് എന്തെന്ന് നിലക്കാന്ന് ഈ സർവീണ എസ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ഇന്ത്യൻ ബാങ്ക് മാനേജറായ പേര്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും സംസാരിച്ചപ്പോൾ അവർ വളരെ എന്താ പറയുക, നിയമത്തിനെയൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ ദാർഷ്ട്യത്തോടെ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ കേസ് കൊടുത്തോളൂ, നമ്മൾ എന്താ വെച്ചാൽ ചെയ്തോളും, ആ രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്കും അതുപോലെ തന്നെ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ SHOയ്ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ നടപടികൾ നടന്നു വരികയാണ്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ അവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇവരെ ഇത് എടുത്ത് മാറ്റാൻ വേണ്ടി 2 ദിവസം സമയം വേണമെന്ന് ഈ മാനേജർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ ഒരു മാറ്റാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നല്ല ഈ സമയമായിട്ട് മാറ്റിയിട്ടില്ല, ഇതുപോലെ തന്നെ കിടക്കുകയാണ്. കാലങ്ങളായി കുടുംബം പലതരത്തിലുള്ള മരങ്ങളെ പരിപാലിച്ചും പുതിയ വൃക്ഷത്തൈകൾ നട്ടുവളർത്തിയും മറ്റും പൂർണ്ണമായും ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായി കരുതലോടെ കാത്തുനിർത്തിപ്പോരുന്ന പറമ്പിലാണ് യാതൊരു മനസ്താപവുമില്ലാതെ ഈ നെറികേട് കാണിച്ചിരിക്കുന്നത് എന്നതും പ്രശ്നത്തെ കൂടുതൽ കുറ്റകരമാക്കുന്നു. അത്യന്തം അപലപനീയവും അതീവ ഗുരുതരവുമായൊരു നിയമലംഘനമാണിതെന്നും ഇതിനെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്നും സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സുമിത്രൻ വ്യക്തമാക്കി. ഇദ്ദേഹത്തിൻ്റെ ഈ പറമ്പിൽ അത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ആൾപ്രദേശം, ഒരു ആൾപ്പാർപ്പില്ലാതെ ഒരു താമസമില്ലാത്ത ഏരിയയാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഇദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല, എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ട് സ്ഥലത്തെത്തിയതിന് ശേഷമാണ് അദ്ദേഹം വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തത്. ഇപ്പോൾ മാലിന്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് അജണ്ട തന്നെയാണ് ഈ മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത്. അതിൽ ശക്തമായ നിയമ നടപടികളും കാര്യങ്ങളായിട്ട് സർക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലായി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റികളായി കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഹരിതകർമ്മസേന എല്ലാ പഞ്ചായത്തുകളിലും നിയോഗിച്ചിട്ടുണ്ട്. അവർ വീടാന്തരം അതായത് സ്ഥാപനങ്ങളും എല്ലാം കയറി ഇറങ്ങിയിട്ട് എല്ലാ തരത്തിലുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തരംതിരിച്ചവർക്ക് കൊടുത്താൽ മാത്രം മതി. മാലിന്യ നിർമ്മാർജ്ജനം മുൻനിർത്തി സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പലതരത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതിനെയെല്ലാം അപഹസിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമായ ഇത്തരത്തിലുള്ള പല ദുഷ്ചെയ്തികളും പലയിടങ്ങളിലും നിർബാധം തുടർന്നു പോരുന്നത് എന്നതും തീർത്തും അപമാനകരമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.